കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് മുനമ്പം വഖഫ് ഭൂമി ഇഷ്യൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞിരിക്കുന്നത് മുനമ്പത്തുള്ളത് വഖഫ് ഭൂമിയല്ല എന്നുള്ളതാണ്. അതോടുകൂടി ഈ പ്രശ്നത്തിന് പരിഹാരമാകുമോ? യഥാർത്ഥത്തിൽ ഷിബിലി ഇതോടുകൂടി പരിഹാരമാകുമോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ആദ്യം മറുപടി പറഞ്ഞിട്ട് ഇതിൻ്റെ ചരിത്രം ഒന്ന് പറയേണ്ടതുണ്ട്. അപ്പോൾ മറുപടി ഇതോടൊരു പരിഹാരമാകണമെങ്കിൽ ഇപ്പോൾ ഈ ഹർജിക്ക് കൊടുത്തിട്ടുള്ള ആളുകൾ ഇത് അപ്പീലുമായിട്ട് വീണ്ടും ആരും സുപ്രീം കോടതിയിൽ പോകാതിരിക്കണം. പക്ഷെ അത് സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സുപ്രീം കോടതിയിൽ പോകും. ഇനി സുപ്രീം കോടതി കൂടി ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ളത് വിധിച്ചാൽ പൂർണ്ണമായ പരിഹാരമായി. കാരണം നേരത്തെ ഇതിൻ്റെ പുറത്ത് ഞാൻ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. 1865 മുതൽ തുടങ്ങുന്ന ചരിത്രമുണ്ട് ഇതിന്. ഇപ്പം ഏറ്റവും ഒടുവിൽ ഷിബിലേറിയേണ്ടത് 1902 ഏതാണ്ട് 400-ലധികം വരുന്ന ഏക്കർ ഈ പറയുന്ന സത്താർ എന്ന് പറയുന്ന സൈറ്റ് എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി കൊടുക്കുന്നത്. അത് കൊടുത്തതിന് ശേഷം 1948 ഇതിൻ്റെ തീരാധാരം നടത്തി സിദ്ദിഖ് സൈറ്റിന് കൊടുത്തു. അതായത് അന്ന് രാജാക്കന്മാരെ ഭരിക്കുന്നത്. അവർ തീരാധാരം നടത്തി സിദ്ദിഖ് സൈറ്റിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ സത്താർ സൈറ്റിൻ്റെ മകന്. അതിനുശേഷം 1950 നവംബർ 1 കാലിക്കറ്റ് ഫറൂഖ് കോളേജിന് ഈ ഭൂമി മൊത്തം പതിച്ച് കൊടുക്കുന്നത്. ഇതിലുള്ള ഏറ്റവും വലിയ തമാശ ഞാൻ നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ എങ്കിലും ഒരിക്കൽ കൂടി പറയുന്നു. ഈ ഫറൂഖ് കോളേജിന് കിട്ടിയ ഭൂമി അവർ യഥാർത്ഥത്തിൽ അഡ്വക്കേറ്റ് AV പോൾ എന്ന് പറയുന്ന, അതുപോലെ മൈക്കിൾ എന്ന് പറയുന്ന 2 പേർക്ക് പവർ ഓഫ് അറ്റോർണി കൊടുക്കുന്നു. ഇവരാണ് 1988 ഈ പറയുന്ന സിവിൽ അറിയേണ്ടത് ഈ ഭൂമി വിൽക്കുന്നത്. അല്ലാതെ വലിയ കുറേ നേരത്തെ ഒന്നുമല്ല. അവിടെയുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഈ ഭൂമി വിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു ഭൂമി സംബന്ധമായ ഡിസ്പ്യൂട്ടിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഷിബിലിയുടെ ഭൂമി ഇപ്പം ഞാൻ മേടിച്ചു എന്ന് പറഞ്ഞാൽ ഷിബിലിക്ക് അതിൻ്റെ പുറത്തൊരു ക്ലെയിം ഉണ്ടാവണം. എന്തെന്ന് ഈ ഭൂമി ഫറൂഖ് കോളേജിന് ആ ക്ലെയിം ഇല്ല. ഫറൂഖ് കോളേജ് പറയുന്നത് ഞങ്ങൾ വിറ്റതാണ്, അവരെടുത്തോട്ടെ എന്നാണ്. മനസ്സിലായോ? പിന്നെ ആർക്കാണ് ക്ലെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഫറൂഖ് കോളേജിന് കൊടുക്കുമ്പോൾ ഒരു നിബന്ധന വെച്ചിരുന്നത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമേ ഈ ഭൂമി വിനിയോഗിക്കാൻ കഴിയൂ എന്നുള്ളത്. ആ വിനിയോഗിക്കാൻ കഴിയൂ എന്നുള്ളൊരു ക്ലോസ് വെക്കുമ്പോൾ തന്നെ ഇത് വഖഫ് ഭൂമിയല്ല. കാരണം എന്താണ്? വഖഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിബിലിക്കൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ, ഇത് ദൈവത്തിന് കൊടുക്കുന്ന ഒരു ഭൂമിയാണ്. അപ്പോൾ അതിൽ ക്ലോസോ അല്ലെങ്കിൽ തിരികെ എടുക്കാനുള്ള ക്ലോസോ ഒന്നും വെക്കാൻ കഴിയില്ല. പക്ഷേ ഇത് തിരികെ എടുക്കാമെന്ന് പറഞ്ഞ് വെച്ചിരുന്നു. പക്ഷേ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ലോവർ കോർട്ടുകളിൽ നിന്ന് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞൊക്കെയുള്ള വിധികൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. 1975 ഒരു ഹൈക്കോടതി വിധി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ ഈ കേസ് പോയത് തന്നെ ഇത് വഖഫ് ഭൂമിയാണല്ലോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് യഥാർത്ഥത്തിൽ ഈ പറയുന്ന രാമചന്ദ്രൻ നായർ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ് വെച്ചു ഈ പ്രശ്നം എന്താണെന്ന് പഠിക്കുന്നതിന് വേണ്ടി. ആ നിയമനം അസ്ഥിരപ്പെടുത്തി. അത് ശരിക്കും അങ്ങനെ വെക്കാനുള്ള അധികാരമില്ല, അത് വെക്കാൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞ് സിംഗിൾ ബെഞ്ച് വിധിച്ചു. ആ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ എന്ത് ചെയ്തതാണ്? അപ്പീൽ പോയതാണ്. അതായത് സുശ്രുത എന്ന് പറയുന്ന ഈ പറഞ്ഞ പോലെ ശ്യാംകുമാർ എന്ന് പറയുന്ന 2 ജഡ്ജിമാരെടുത്ത് ഡിവിഷൻ ബെഞ്ചിലേക്ക് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പീൽ പോയതാണ്. അപ്പീൽ പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന ഇത് വഖഫ് ഭൂമിയാണോ അല്ലേന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പീൽ പോയത് ഈ രാമചന്ദ്രൻ നായർ കമ്മീഷൻ തുടരാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അത് ഇപ്പോൾ ഗവൺമെൻറ് ഈ അപ്പീലിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ 2 ജഡ്ജിമാരും പറഞ്ഞേക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ സിംഗിൾ ബെഞ്ച് തീരുമാനിക്കേണ്ട വിഷയം അല്ല എന്നാണ് ഒന്ന്. രണ്ടാമത്തേത് ഈ ജുഡീഷ്യൽ കമ്മീഷൻ തുടരാം എന്ന് പറഞ്ഞു. മൂന്നാമത്തേതാണ് പറഞ്ഞത് ഇത് അസന്നിഗ്ധമായി പറഞ്ഞേക്കണത് ഇത് ഒരു കാരണവശാലും ഇതെന്തല്ല വഖഫ് ഭൂമിയല്ല, വഖഫിൻ്റെ ഭൂമിയേ അല്ല എന്നുള്ളതാണ് പറഞ്ഞേക്കണത്. ഇപ്പം സക്കീർ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് സക്കീർ, കോഴിക്കോടുള്ള സക്കീർ പറഞ്ഞേക്കണത് ഇത് ഞങ്ങൾ ആലോചിച്ച് എന്ത് ചെയ്യും തീരുമാനിക്കുമെന്നാണ്. പിന്നെ ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ VS സർക്കാർ 2008 VS സർക്കാരിൻ്റെ കാലത്ത് MA നിസാർ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ വെച്ചു. ആ കമ്മീഷൻ പഠനമൊക്കെ നടത്തിയിട്ട് ഈ വഖഫ് ഭൂമികൾ അന്യാധീനപ്പെടുന്നതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മീഷൻ വെച്ചത്. ആ കമ്മീഷൻ വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 23 ഇടങ്ങളിൽ 600 ഏക്കർ ഭൂമി ഇതുപോലെ അന്യാധീനപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും വലുത് നമ്മുടെ ഈ പറയുന്ന മുനമ്പത്തെ ആയിരുന്നു. അപ്പം മുനമ്പത്തുകാർ ഒരു ദിവസം കൊണ്ട് എന്ത് ചെയ്തു? സ്വന്തം ഭൂമി വില കൊടുത്ത് മേടിച്ച ഭൂമിയിൽ അവർ കുടികിടപ്പുകാരായിട്ട് മാറി. അവർക്ക് കരമടക്കാനോ ബാക്കിയുള്ളതിനോ ഒന്നും പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു വിഷയമുണ്ടായി. ഇനി മറ്റൊരു കാര്യം കൂടി പറയാതെ പൂർണ്ണമാകില്ല ഷിബിലി. ഈ വിഷയമുണ്ടായപ്പോൾ 610 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 400ഓളം കുടുംബങ്ങളുണ്ടാവും. 450 കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിൽ ശരിയാണ് അവരുടെ ഭൂമി എന്ത് ചെയ്തു? പ്രശ്നമായി. പക്ഷെ അപ്പം തന്നെ BJPയും അതുപോലെ രാഷ്ട്രീയക്കാരൊക്കെ അവിടെ ചെന്ന് എന്ത് ചെയ്തു? വലിയ തോതിൽ ഒരു നമ്മുടെ ഇവിടെ എന്തിനും ഉള്ളതുപോലെ തന്നെ ഒരു വിഭാഗീയമോ മുതലെടുപ്പൊക്കെ നടത്താൻ വേണ്ടി ശ്രമിച്ചു. അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ഏതാണ്ട്
നിരവധി ആളുകൾ ലക്ഷം വീടും അതുപോലെ തന്നെ ഈ പറഞ്ഞ ലൈഫ് മിഷനിലൊക്കെ വീട് ഉപേക്ഷിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊന്നും വീട് കിട്ടാത്തതല്ല ഇവരുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതിനിടയിൽ വലിയ തോതിലുള്ള ഒരു സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ട്. കാരണം ഇത് ഒരു ലാറ്റിൻ കാത്തലിക് കുടുംബങ്ങളാണ് മഹാഭൂരിപക്ഷം ഉള്ളത്, പിന്നെ ഒരു ഈഴവ കമ്മ്യൂണിറ്റിയും അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിംസും തീരെയില്ല. പിന്നെ വഖഫിൻ്റെ ഇഷ്യൂ ആകുമ്പോഴത്തേക്കും അതിനകത്ത് എന്ത് ചെയ്യും, ഒരു പ്രശ്നം വരും. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ കിരൺ റിജ്ജു എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞിരുന്നു. കാരണം ഇനി നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ഈ വഖഫിൻ്റെ ഭേദഗതി ബില്ല് അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ഈ പ്രശ്നം സോൾവ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. ഓക്കെ, പക്ഷെ അത് സോൾവ് ചെയ്യില്ല. ഇനി നിങ്ങൾ കേസ് നടത്തി എന്ത് ചെയ്തോളൂ, വിജയിച്ചോളൂ എന്നാണ് കിരൺ റിജ്ജുയോട് എന്ന് പറഞ്ഞിട്ട് പോയത്. ഒരു കാര്യം പക്ഷെ പറയാതിരിക്കാൻ വയ്യ ഷിബിലി, അത് എൻ്റെ നേരത്തെ ഇപ്പോഴത്തേക്ക് സ്റ്റാൻഡാണ്. വഖഫ് നിയമം ഒരു ഡ്രാക്കോണിയൻ നിയമമാണ്. അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അനുവദിക്കാൻ പറ്റില്ല. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സെക്ഷൻ 40 പ്രകാരം വഖഫിന് തോന്നുകയാണ്, ഇപ്പം സബാൻ്റെയോ അല്ലെങ്കിൽ എൻ്റെയോ ഷിബിലയുടെയോ ആരുടെയെങ്കിലും ഭൂമി കണ്ടു തോന്നുകയാണ് ഇത് ഞങ്ങൾക്കൊരു അവകാശവാദം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് അയക്കുമ്പോൾ തന്നെ പിന്നെ അത് നമ്മുടെ ഭൂമിയല്ലാതായി മാറുകയും അത് അവരുടെ ഭൂമിയാവുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് പിന്നെ ക്രയവിക്രയം ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കേസ് നടത്തി വഖഫ് ട്രിബ്യൂണലിൽ ചെന്ന് ഇത് തെളിയിക്കണം ആരുടേതാണെന്ന്, നമ്മുടേതാണ്. അതിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. ഈ വഖഫ് ട്രിബ്യൂണലിൽ നിൽക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ജഡ്ജിമാർ മുസ്ലിങ്ങളൊന്നുമല്ല, അവർ സാധാരണ ഈ ലോവർ കോർട്ടിൽ പരീക്ഷ എഴുതി വരുന്ന ജഡ്ജിമാർ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും അതിലൊരു അന്യായമുണ്ട്. കാരണം എന്താണ്, ഇപ്പം ഞാനും ഷിബിലിയും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നു, നിങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ രണ്ടുപേരുടെ സ്ഥലമല്ല, മനസ്സിലായി? അല്ലെങ്കിൽ എൻ്റെ പൊസഷനിലിരിക്കുന്ന സ്ഥലമാണെങ്കിൽ എൻ്റെ പൊസഷനിലിരിക്കുന്ന സ്ഥലമാണ്. ഷിബിലിയാണ് തെളിയിക്കേണ്ടത് ഷിബിലിയുടെ സ്ഥലമായിരുന്നു എന്നുള്ള രേഖകൾ കൊണ്ടുണ്ട്. ഇവിടെ നേരെ തിരിച്ചാണ്. എന്ത്, അതായത് നമ്മൾ എന്ത് ചെയ്യണം, തെളിയിക്കണം നമ്മുടെ സ്ഥലമാണ്, നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ നാളെ വഖഫ് ബോർഡ് ഇതൊരു ക്ലെയിം അവകാശവാദം ഉന്നയിച്ചാൽ നമ്മൾ പോയിട്ട് അങ്ങോട്ട് തെളിയിക്കണം എന്തെന്ന്, ഇതല്ല എന്നുള്ളത് തെളിയിക്കണം. നമ്മൾ രേഖകളൊക്കെ കൊണ്ടുവരണം. ഇനി രേഖകളൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അതാണ് അടുത്ത നിയമത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് വിചാരിച്ചോ, അത് വഖഫിലേക്ക് ചേരും. അതായത് വഖഫും തെളിയിക്കുന്നില്ല വഖഫിൻ്റെ ആണെന്ന്, മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു ഡ്രാക്കോണിയൻ നിയമം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ നിയമം മാറ്റണമെന്ന് ഈ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിലുള്ള സഹോദരന്മാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ആവശ്യപ്പെടേണ്ടതാണ്. കാരണം എന്താ, ഒരു അന്യായമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് വേണമെന്ന് എന്ത് ചെയ്യരുതല്ലോ, വിചാരിക്കരുത്. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം ഷിബിലിനോട് പറയാം, ഈ വഖഫിൻ്റെ സ്വത്തുവകകൾ കൊണ്ടിട്ട് മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ട്? സത്യത്തിൽ അവരുടെ കയ്യിൽ കിടക്കുന്ന ഏതാണ്ട് 8 ഏക്കർ സ്ഥലവും അതുപോലെ സ്ഥാപന ജംഗമവും വസ്തുക്കളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 16,000 കോടി രൂപ വരുമാനം ഉണ്ടാകേണ്ടതാണ്. പകരം വരുമാനമുള്ളത് 150 കോടി രൂപ. മനസ്സിലായി? ഈ ശബരിമലയുടെയൊക്കെ കാര്യത്തിൽ നമ്മൾ കളവ് കിടക്കേണ്ടൊക്കെ പറയില്ലേ, അതിനേക്കാളൊക്കെ വലിയ കളവാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത്. ഈ വഖഫിൻ്റെ സ്ഥലങ്ങളൊക്കെ തന്നെ പലരും അന്യാധീനമായി കയ്യേറുകയും അവരുടെ അതുള്ള വാടകകൾ പിരിച്ചെടുക്കുകയും വളരെ ചെറിയ റെൻറ്റിന് 50 കൊല്ലം മുമ്പ് 30 കൊല്ലം മുമ്പ് 40 കൊല്ലം മുമ്പ് വാടക കൊടുത്ത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നതിന് പേരിൽ ഭയങ്കരമായിട്ടുള്ള കള്ളക്കളിയാണ്. ഒരു വലിയ മാഫിയ സംഘമാണ്, മനസ്സിലായി? പിന്നെ ഇതിലെന്തായാലും നമുക്ക് സന്തോഷിക്കാം. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഈ വിധി ഉണ്ടായിരിക്കുന്നു, ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയാണ്. ഇനി പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇതൊന്നും കൊണ്ട് തീരൂല. ഉറപ്പായിട്ടും എന്ത് ചെയ്യും, സുപ്രീം കോടതിയിലേക്ക് കേസുമായിട്ട് പോകും. ഈ കേസുമായിട്ട് പോകുന്നവരൊക്കെ കുത്തിരിത്തിരിപ്പുകാരാണ് കേട്ടോ. വഖഫ് ബോർഡോ അല്ലെങ്കിൽ ഫറൂഖ് കോളേജിനൊന്നും ഒരു അവകാശവാദമില്ല, ഞങ്ങളുടെ ഭൂമിയാണെന്ന്, മനസ്സിലായോ? അവർക്കറിയാം ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച് വിറ്റതാണ്, ഞങ്ങൾ കാശ് മേടിച്ച് എന്ത് ചെയ്താണ് വിറ്റതാണെന്ന് അവർക്കറിയാം. അവർക്ക് ഭൂമിയില്ല. പക്ഷേ ഇനിയിപ്പോൾ കേസുമായിട്ട് പോകും. പക്ഷേ എൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ കേസുമായിട്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗവായിനെ പോലെയുള്ള ആളുകൾ അവിടെ ഇരിക്കുമ്പോൾ അവർ വിധിക്കുകയാണ് ഇത് എന്നല്ല വഖഫ് ഭൂമിയല്ല എന്ന് വിധിച്ചാൽ പിന്നെ ഇത് എന്നേക്കുമായിട്ട് ഈ പ്രശ്നം തീർന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് കൂടി കുറച്ച് ആശ്വാസമാവും. കാരണം ഈ വഖഫ് പ്രശ്നമൊക്കെ വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് ഹൈബി ഈഡറൊക്കെയാണ്. ഹൈബി ഈഡറിലൂടെ കിടക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ ഹൈബി ഈഡറും കോൺഗ്രസിനും എതിരെയാണ് വലിയ തോതിൽ. കാരണം ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് കൂടുതൽ നിൽക്കുന്ന ആരോപമാണ്, മനസ്സിലായി? യേശുക്രിസ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് സോണിയാഗാന്ധിനൊപ്പമാണ്. അപ്പോൾ അതിനൊപ്പമാണ് നിന്നിരുന്നത്, പ്രത്യേകിച്ച് ലാറ്റിൻ കാത്തലിക്. അതിൽ നിന്നുള്ള സമുദായത്തെ ഭിന്നിപ്പിക്കുന്നതിന് BJP പോലെയുള്ള ആളുകൾക്ക് ഒരു പരിധി വരെ ഇത് എന്ത് ചെയ്തു, ഗുണം ചെയ്തു. അവിടെ BJPയിലേക്കൊക്കെ നിരവധി ആളുകൾ ചേർന്നു. നമ്മുടെ പലരും ചെന്ന് എന്ത് ചെയ്തു, പല കമൻറ്റുകളൊക്കെ എന്ത് ചെയ്തു നടത്തിയിരുന്നു. നമുക്കറിയാം യഥാർത്ഥത്തിൽ ഇത് എനിക്ക് വിധി കൃത്യമായി വായിക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി ബോധ്യപ്പെടും. അതായത് ഈ ഹർജിയുമായിട്ട് വന്നേക്കുന്നവരുടെ ഉദ്ദേശം ദുരുദ്ദേശമാണ് എന്ന് കൂടി എന്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഷിബിലി അറിയേണ്ടത് ഈ ഹർജിയുമായിട്ടൊക്കെ ചെല്ലുന്നവരെ സമ്മതിക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് ആ 600 400 കുടുംബങ്ങളെ ഒഴിവാക്കി വിട്ട് കുറച്ചൊക്കെ റിസോർട്ടും കുറച്ചൊക്കെ മറ്റേ ഹോം സ്റ്റേകളും ഒക്കെയാണ്. ബാക്കിയുള്ള 400 410 കുടുംബങ്ങളെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും വിചാരിക്കേണ്ട. അതിന് ആ ഭൂമി സ്വന്തമാക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട.
അപ്പോൾ ഇതൊന്നും അല്ല ഇതിൻ്റെ ഉദ്ദേശം. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, ഇതിനകത്ത് എന്ത് ചെയ്യുക, കുത്തിത്തിരിപ്പുണ്ടാക്കുക. ആർജിയുമായിട്ട് പോകുന്ന ആളുകളൊക്കെ നമുക്കറിയാം, അതൊന്നും പറയുന്നില്ല, അത് അന്വേഷിച്ചാൽ മതി. ഇതിൻ്റെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും BJPക്ക് സംഘപരിവാരനും വളരാനുള്ള വടി എടുത്ത് കയ്യിൽ കൊടുക്കുന്ന ചില ഫ്രിഞ്ച് എലമെൻറ്റ്സ്, ഈ പറഞ്ഞ പോലെ ഇസ്ലാം മത വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് എന്ന പേരിൽ വ്യാജമായിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾ, അതാണ് ഇതിൻ്റെ പുറകിൽ.